നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് നിമ്മിമിൻ സാർ. കുട്ടികളെ ഉണ്ടാവില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതിയൊരു കുടുംബം എന്നാൽ ഇന്ന് 2 കുട്ടികളോടൊപ്പം സുഖമായി സന്തോഷത്തോടെ ജീവിക്കുന്നു. നമ്മുടെ RCM ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മനോഹരമായ റിസൾട്ട് നമുക്ക് കണ്ടാലോ? ഹായ്, എൻ്റെ പേര് രമ്യ. എൻ്റെ പേര് രതീഷ്. ഞങ്ങൾ എറണാകുളത്ത് ആലുവയിലാണ് താമസിക്കുന്നത്. നോർത്ത് പറവൂരാണ്. ആലുവയിൽ നിന്ന് നോർത്ത് പറവൂർക്ക് വരും മനക്കപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. എന്തായാലും ഞങ്ങളുടെ കല്യാണം കഴിയണത് 2012 2012 ഓഗസ്റ്റ് 26 അതിനുശേഷം കുറച്ച് നാൾ ഞങ്ങൾ വിദേശത്തൊക്കെ പോയി. കല്യാണം കഴിഞ്ഞ് കൺസീവ് ആവാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ടി വന്നു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ സീരിയസ്നെസ് എന്താണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത്. ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളെല്ലാം എടുത്തു, ഒരുപാട് ആസ്പത്രികളിൽ കയറി. ഏകദേശം ഒരു 4-5 ഹോസ്പിറ്റൽസിൽ ഇവിടെ എറണാകുളത്ത് തന്നെയുള്ള ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്സിലെല്ലാം കയറി ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുത്തു. ഒത്തിരി എമൗണ്ട് അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തു. കണക്ക് വെച്ചിട്ടില്ലല്ലേ ഇതുവരെ? തീർച്ചയായിട്ടും ഒരുപാട് പൈസ അതിന് വേണ്ടിയിട്ട് ചിലവാക്കിയിട്ടുണ്ട്. കുഞ്ഞുങ്ങളില്ലാത്ത ഒരു ബുദ്ധിമുട്ട് വന്നത്. തുടക്കകാലത്തിൽ ഇതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. നമ്മൾ ചെറിയ ഏജിൽ തന്നെ പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളതൊന്നും നോക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും ഹെൽത്ത് ഇഷ്യൂസ് കൂടി വന്നു കഴിഞ്ഞ സാഹചര്യത്തിലാണ് ആരോഗ്യ പ്രശ്നം കൂടി വന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളില്ലാത്ത പ്രശ്നത്തിലേക്ക് പോയി. പിന്നെ മാരേജ് കഴിഞ്ഞ ദമ്പതികളെ കുറിച്ച് പറയുമ്പോൾ അറിയാമല്ലോ, എല്ലാവരുടെയും ചോദ്യം ഇതാണ്, കുഞ്ഞുങ്ങളായില്ലേ എന്നുള്ളത്. അപ്പോൾ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് എവിടെയാണോ നല്ല ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റണത്, അങ്ങനെ ഒരേ സ്ഥലത്ത് ഒരേ ആളുകൾ പറയുമ്പോൾ അവിടെ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കും. പക്ഷേ അതിന് പ്രത്യേകിച്ച് റിസൾട്ടൊന്നും ഉണ്ടായില്ല. കാരണം എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് മിസ്സായിരുന്നു. അത് എന്തൊക്കെയാണെന്നുള്ളത് തിരിച്ചറിയാനായിട്ടും അത് എന്താണെന്നുള്ളത് പറഞ്ഞു തരാനായിട്ടും അന്ന് ഞാൻ കാണിച്ച ഡോക്ടേഴ്സിനൊന്നും സാധിച്ചില്ല. എനിക്കൊന്നും എറണാകുളത്ത് തന്നെ എറണാകുളം ലക്ഷ്മി ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട് ഞങ്ങൾ. അതുപോലെ തന്നെ ലിസി ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. എറണാകുളത്ത് ഈ എടപ്പള്ളിയിലുള്ള MAJ ഹോസ്പിറ്റൽ, നോർത്ത് പറവൂരുള്ള ഷാജി എന്ന് പറഞ്ഞാൽ ഷാജി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ ആലുവ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടർ വിനയ് കുമാർ, അങ്ങനെ പല ആളുകളുടെ അടുത്ത് പോയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും എന്താ പറയുക, ഞാൻ പറഞ്ഞില്ല, എന്തൊക്കെയോ ലാഗ് ചെയ്തു ഞങ്ങളുടെ 2 പേർക്കും വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്താണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കാതെ കഴിക്കുന്ന മരുന്നുകളെല്ലാം കഴിച്ചിട്ട്, അവർ തരുന്ന മരുന്നുകളെല്ലാം കഴിച്ചിട്ട് കുറേ സൈഡ് എഫക്റ്റുകളും ഒക്കെ ആയിട്ട് വന്നു. തൈറോയ്ഡ്, ഹൈപ്പോ തൈറോയ്ഡ് പോലുള്ള ഇഷ്യൂസിലേക്ക് വന്നു. കുറച്ച് നാൾ ഞാനും ഹസ്ബൻഡും ചേട്ടൻ്റെ കൂടെ വിദേശത്തേക്ക് പോയി. ചേട്ടൻ US ആർമിയിൽ ട്രെയിനർ ആയിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. ഒന്ന് പറയുന്നത്. US ആർമിയിൽ സോൾജേഴ്സിൻ്റെ പേഴ്സണൽ ട്രെയിനറായിട്ടാണ് ഞാൻ വർക്ക് ചെയ്തത്. ഏകദേശം 2007 തൊട്ട് 2016 വരെ നമ്മുടെ US ആർമിയിലുണ്ടായിരുന്നു. 2012 മാരേജ് കഴിയുന്നത്. അത് ജോലി നിർത്തി റിസൈൻ ചെയ്യാൻ ഉള്ള കാരണം പിള്ളേർ നമുക്ക് ഉണ്ടാവില്ല എന്നുള്ളൊരു ഡോക്ടർ ഒരു ഇത് പറഞ്ഞായിരുന്നു. നമ്മുടെ ലിസി ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് പിള്ളേരുണ്ടാവില്ല എന്നുള്ളൊരു ഇത് വൈഫിനോട് പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു മനസ്സിലൊരു വിഷമവും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് ജോലി റിസൈൻ ചെയ്തിട്ട് ഞങ്ങൾ നാട്ടിലേക്ക് ഞാൻ വരാനിടയുണ്ടായത്. അത് ഏറ്റവും കൂടുതൽ ഇത് വേണമെന്നുള്ളൊരു ആഗ്രഹം നമുക്ക് ഉണ്ടായത് ആ ജോലി റിസൈൻ ചെയ്ത് വന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നാട്ടിൽ വന്നപ്പോഴാണ് എൻ്റെ ഫാദറിലോ രമ്യയുടെ അച്ഛൻ MK ബാബു സാറ് ഇങ്ങനെ RCMനെ കുറിച്ച് പറയുകയും ചെയ്തു. RCM ഉൽപ്പന്നങ്ങളുടെ കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം 2007 തുടങ്ങി വീട്ടിൽ RCMൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ RCMൻ്റെ ഉൽപ്പന്നങ്ങളിൽ നിന്ന് ഇത്രയും മാജിക്കലായിട്ടുള്ള റിസൾട്ടുകൾ വരും എന്നുള്ളത് ജീവിതത്തിൽ ഇതുവരെ പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം RCMൻ്റെ ഹെൽത്ത് കാർഡ് ഓയിൽ, അതുപോലെ ന്യൂട്രിഷാർജ് വുമൺ, ഇതൊക്കെ മിറാക്കുലസ് ആയിട്ടുള്ള റിസൾട്ടുകൾ തരും എന്നുള്ളത് ലൈഫിൽ കൂടെ തെളിയിച്ച വ്യക്തികളാണ് ഞങ്ങൾ 2 പേരും. കാരണം ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ എടുത്ത സമയത്ത് അവർ തന്ന മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് വീണ്ടും പല അസുഖങ്ങളിലേക്കും കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഇനി എന്ത് ചെയ്യും? അതായത് ഹൈപ്പോ തൈറോയ്ഡൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ തൈറോയിഡിന് ലൈഫ് ടൈം മരുന്ന് കഴിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിന്ന സമയത്താണ് എന്തോ ഒരു
ഈശ്വരാനുഗ്രഹം പോലെ ഡോക്ടർ രാജൻ സാറിനെ വിളിച്ച് ചോദിക്കാനായിട്ട് എനിക്ക് തോന്നിയത്. ഡോക്ടർ രാജൻ സാറിനെ വിളിച്ച് ചോദിച്ചു. സാറ് RCMലെ RCMൻ്റെ വൈദ്യനാണ്, ഞങ്ങളുടെ ഒരു ഗുരുനാഥനാണ്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾക്ക്, ഈ ജീവിതശൈലിയിൽ നിന്ന് വരുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ മാറ്റിയെടുക്കാൻ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അന്ന് സാറിനെ വിളിച്ചു ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞതാണ് അതായത് നമ്മൾ അലോപ്പതി മരുന്നുകളുടെ ഉപയോഗം ഒന്ന് കുറയ്ക്കണം. എസ്പെഷ്യലി എനിക്കന്ന് PCOD ഉണ്ടായിരുന്നു. PCODക്ക് വേണ്ടി തന്നത് ഹൈഡ്രോക്ലോറൈഡ് മെറ്റ്ഫോമിൻ്റെ ടാബ്ലറ്റ് ആയിരുന്നു, 500 mg. അത് കഴിക്കേണ്ടതെന്നാണ് ഡോക്ടർ രാജൻ സാർ എന്നോട് പറഞ്ഞത്. പിന്നെ തൈറോനോമിൻ്റെ ക്യാപ്സ്യൂൾ, ഹൈപ്പോതൈറോയിഡിൻ്റെ ക്യാപ്സ്യൂളും കഴിക്കേണ്ടതെന്ന് പറഞ്ഞു. കഴിക്കണ്ട എന്നല്ല പറഞ്ഞത്, സാറിൻ്റെ അടുത്ത് പറഞ്ഞത് വേണമെങ്കിൽ രമ്യ എടുത്തോ, രമ്യയുടെ ഇഷ്ടം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാനത് കഴിക്കാനായിട്ട് തയ്യാറായില്ല. ഞങ്ങൾ ഡോക്ടർ രാജൻ സാറിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം പറഞ്ഞ രീതി അനുസരിച്ചിട്ട് രാവിലെ ഒരു 20 മിനിറ്റ് നിന്ന് വെയിൽ കൊള്ളുക, മണ്ണിൽ ചെരുപ്പിടാതെ നടക്കുക, വെള്ളം നന്നായിട്ട് കുടിക്കുക, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഫിസിക്കലി റിഫൈൻഡ് ആണ്, അതായത് നമ്മുടെ ഹെൽത്ത് കാർഡ് ഓയിൽ, RCMൻ്റെ ഹെൽത്ത് കാർഡ് ഓയിൽ കഴിക്കാൻ പറഞ്ഞു. ഭക്ഷണത്തിന് ശേഷം ഒരു ന്യൂട്രിചാർജ് വുമൺ കഴിക്കാൻ പറഞ്ഞു. തൈറോയ്ഡ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ എന്ത് ഭക്ഷണം കഴിച്ചാലും അതിൻ്റെ കൂടെ കുറച്ച് വെർജിൻ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു. പിന്നെ ഒരു നേരം വേവിക്കാത്ത പച്ചക്കറികളോ പഴങ്ങളോ കഴിക്കാൻ പറഞ്ഞു. പാല്, പഞ്ചസാര, ഉപ്പ്, മൈദ, വെളുത്ത അരി, തവിടില്ലാത്ത വെളുത്ത അരി, ഇതെല്ലാം ഒഴിവാക്കാനാണ് പറഞ്ഞത്. പാലും പഞ്ചസാരയും മൈദയും വെളുത്ത അരിയും ഒഴിവാക്കി. പക്ഷേ ഉപ്പ് ഒഴിവാക്കാൻ പറ്റിയില്ല, ഉപ്പിൻ്റെ അളവ് കുറച്ചേ ഉള്ളൂ ഞാൻ. പിന്നെ പറഞ്ഞത് രാവിലെയും വൈകുന്നേരം ഹിപ്പ് ബാത്ത് ചെയ്യാൻ, നമ്മുടെ അരഭാഗം മുങ്ങി വെള്ളത്തിലിരിക്കാനാണ് പറഞ്ഞത്. അത് ഞാൻ കൃത്യമായിട്ട് ചെയ്തു. രാവിലെ സമയം കിട്ടിയില്ലെങ്കിലും വൈകുന്നേരങ്ങളിൽ ഞാൻ കൃത്യമായിട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ ചെയ്തതിൻ്റെ ഫലം, അതുപോലെ തന്നെ ഭക്ഷണത്തിന് ശേഷം ന്യൂട്രിചാർജ് വുമൺ സ്ട്രിക്റ്റ് ആയിട്ട് സാറ് പറഞ്ഞതാണ് എക്സസൈസ് ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു. അങ്ങനെ ചെയ്തതിൻ്റെ ഫലമായിട്ട് ഡോക്ടേഴ്സ് കുട്ടികൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ നിന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 2017 ആയപ്പോൾ ഞങ്ങൾക്ക് ആദ്യത്തെ കുഞ്ഞ് ആരുഷ് മോൻ ജനിച്ചു. അവൻ ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ശരിക്കും RCMൻ്റെ ഒരു ഗിഫ്റ്റായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. കാരണം RCMൻ്റെ ഉൽപ്പന്നങ്ങൾ കൊണ്ട് മാത്രം കൺസീവ് ആയതാണ് ഞാൻ. റൈസ് ബ്രാൻ ഓയിൽ, RCMൻ്റെ ഹെൽത്ത് കാർഡ് ഓയിൽ കഴിച്ചു. വെറും വയറ്റിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും ഒരേ ടീസ്പൂൺ വെച്ചിട്ട് തവിടെണ്ണ കഴിച്ചു. അന്ന് തുടങ്ങി ഇന്ന് വരെ ഞങ്ങളത് കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ന്യൂട്രിചാർജ് വുമൺ, അത് ഭക്ഷണത്തിന് ശേഷം കഴിച്ചു. ഇത് രണ്ടും കഴിച്ച് എൻ്റെ തൈറോയ്ഡ് മാറി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം പ്രോട്ടീൻ പൗഡർ, ഞങ്ങൾ രണ്ടുപേരും ന്യൂട്രിചാർജിൻ്റെ കൊക്കോ പ്രോഡക്റ്റ് മാത്രമേ അന്ന് അവൈലബിൾ ആയിരുന്നുള്ളൂ, അത് കഴിച്ചു തുടങ്ങി. ഹസ്ബൻഡിനും ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് മൂവാറ്റുപുഴ സബൈൻ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവിടെ ഡോക്ടർ പറഞ്ഞത് വെരിക്കോസിലോസിസ് എന്ന് പറഞ്ഞൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും, അതുപോലെ കൗണ്ടിന് ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അത് നോർമൽ ആവാൻ വേണ്ടിയിട്ട് ന്യൂട്രിചാർജ് മാൻ കഴിച്ചു. അതുപോലെ കൊക്കോ പ്രോഡക്റ്റ് ഞങ്ങൾ രണ്ടുപേരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ കഴിക്കും. അതുപോലെ രാത്രി നമ്മുടെ സഞ്ജീവനി പ്രാശവലേഹ്, ഇത് ചവനപ്രാശമാണ് RCMൻ്റെ തന്നെ, ഇതും കഴിച്ചു. പിന്നെ ഡോക്ടർ രാജൻ സാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ചിട്ടയായിട്ട് കുറച്ചധികം കാര്യങ്ങൾ, ഈ പറഞ്ഞ പോലെ വേവിക്കാത്ത പച്ചക്കറി കഴിക്കുകയും ധാരാളം തവിടുള്ള ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് തവിടുള്ള അരി യൂസ് ചെയ്യാൻ തുടങ്ങി, നാരുകളടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ജീവിതശൈലിയിൽ ചേഞ്ചസ് വരുത്തി തുടങ്ങി കഴിഞ്ഞപ്പോൾ സത്യത്തിൽ ലൈഫിലുണ്ടായിരുന്ന ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. കാരണം കുഞ്ഞുങ്ങളില്ലാതിരുന്ന സമയത്ത് ഞങ്ങൾ അനുഭവിച്ച മാനസിക പ്രശ്നം എന്ന് പറയുന്നത് ശരിക്കും ഞങ്ങൾ എത്ര കരഞ്ഞിട്ടുണ്ടെന്നുള്ളത് പറയാൻ പറ്റില്ല. കാരണം അത്രയും അധികം ഞങ്ങൾ വിഷമിച്ചിട്ടുണ്ട്. പല ആളുകളുടെയും ചോദ്യങ്ങൾ, കുത്തുവാക്കുകൾ, ഇനി കുട്ടികൾ ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട് ഞങ്ങളുടെ കയ്യിൽ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് തന്നിട്ട് അതിനെ തിരിച്ചെടുത്തുകൊണ്ട് പോകാൻ, അങ്ങനെ ലൈഫിൽ ശരിക്കും കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥ ഒരു ഭീകരമായിട്ടുള്ള അവസ്ഥയാണെന്നുള്ളത് ലൈഫിൽ കൂടെ ഞാൻ തിരിച്ചറിഞ്ഞതാണ്. ഇപ്പോൾ 5 വർഷം എന്ന് പറഞ്ഞാൽ വലിയൊരു വർഷമായിട്ട് പലപ്പോഴും പലർക്കും തോന്നില്ല. കാരണം 10 വർഷമായിട്ടും 15 വർഷമായിട്ടും കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ആളുകൾ നമുക്കറിയാം. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് 5 വർഷം ഏറ്റവും കൂടുതൽ കുത്തുവാക്കുകൾ കേട്ട ഒരു വർഷമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് ശരിക്കും കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾക്കറിയാം കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥ വരുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. എനിക്ക് ചെറുപ്പകാലം തുടങ്ങി, എനിക്ക് നല്ല ചേട്ടനും അതെ കുഞ്ഞു കുട്ടികളോട് വലിയ ഇഷ്ടമായിരുന്നു. അപ്പം ഓരോ കുട്ടികളുടെ കളിച്ചിരികൾ കാണുമ്പോഴും നമ്മൾക്കില്ലല്ലോ എന്നുള്ളൊരു വിഷമം, അത് ശരിക്കും ഭയങ്കരമായിട്ടുള്ളൊരു ഫീൽ തന്നെയായിരുന്നു. അത് കയറാത്ത പള്ളികളും അമ്പലങ്ങളും ഇല്ല, എത്ര സ്ഥലത്ത് പോയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അറിയാമോ. പക്ഷേ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മാറാതെ നമ്മൾക്ക് ഒരിക്കലും റിസൾട്ട് കിട്ടില്ല എന്നുള്ളത് ഈ RCMൽ വന്നതിന് ശേഷമാണ് തിരിച്ചറിഞ്ഞത്. കാരണം 2007 തുടങ്ങി പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞല്ലോ, പക്ഷേ
RCMൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് ഇത്രയും അധികം ഗുണങ്ങൾ ഉണ്ടാവുന്നുള്ളതും ഇത് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത്രയും മാറ്റങ്ങൾ ഉണ്ടാവുന്നുള്ളതും ഒന്നും തിരിച്ചറിഞ്ഞിരുന്നില്ല എന്ന്. പക്ഷേ ജീവിതത്തിൽ ഇത്രയും മാറ്റങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അനുഭവിച്ച ആ ബുദ്ധിമുട്ടുകൾ ഇനി ഒരാൾക്കും വരരുത്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പോഷകങ്ങളുടെ കുറവ് കൊണ്ടാണ് ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരണമെന്നാണെങ്കിൽ, കുട്ടികളില്ലാത്ത അവസ്ഥയിലേക്ക് വരണമെന്നാണെങ്കിൽ, അതിൽ ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങളുടെ വാക്കുകൾ കേട്ടിട്ട് ആരുടെയെങ്കിലും ഒരാളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ടാണ് സത്യത്തിൽ ഞാൻ RCM എന്ന് പറയുന്ന ഈ ഒരു പ്രൊഫഷൻ ഏറ്റെടുത്തത്. ഒരു പ്രൊഫഷൻ തന്നെയായിട്ടാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. കാരണം RCM ഏറ്റവും വലിയൊരു നന്മയാണ്. ഞാനൊരു ലെക്ചറായിരുന്നു. ഹസ്ബൻഡ് US ആർമിയിൽ ട്രെയിനറായിട്ട് വർക്ക് ചെയ്തിരുന്ന ആളാണ്. എനിക്ക് സെറ്റ് നെറ്റ് എല്ലാം ക്വാളിഫൈഡ് ആണ്. ഇനിയും തുടർന്ന് പഠിക്കാം, അല്ലെങ്കിൽ ഇനിയും നല്ലൊരു ജോലിയിലേക്കുള്ള ഓപ്ഷൻ എനിക്കുണ്ട്. പക്ഷേ എന്തോ ഞങ്ങൾക്ക് കിട്ടിയ ഈ ഒരു നന്മ എന്ന് പറയുന്നത് ലോകത്തിലെല്ലാവർക്കും അറിയണം. ഈ സമൂഹത്തിൽ ഒരുപാട് പേര് ഇതുപോലെ മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് കുട്ടികളില്ലാത്തതിൻ്റെ പേരിൽ. അപ്പോൾ അവരിലേക്ക് ഇത് എത്തിക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ, ഒരുപക്ഷെ എന്തെങ്കിലും പോഷകങ്ങളുടെ കുറവ് കൊണ്ട് ഉള്ള അവരുടെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ സാധിച്ചാൽ, തീർച്ചയായിട്ടും അവർക്ക് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു വലിയ നന്മയാണ്, അല്ലെങ്കിൽ ഈശ്വരൻ ഞങ്ങളുടെ കൂടെ ചെയ്ത് കൊടുക്കുന്ന ഒരു വലിയ നന്മയായിട്ടാണ് അത് കരുതണത്. ഇതിനു വേണ്ടി സപ്പോർട്ട് ചെയ്തെന്ന് ഡോക്ടർ രാജൻ സാറിനെ എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. എന്നെ RCMലേക്ക് കൊണ്ടുവന്ന എൻ്റെ അച്ഛനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഡോക്ടർ രാജൻ സാറ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കെന്തോ അന്ന് സാറിനെ കേട്ടത് ചെയ്യണം എന്ന് തോന്നി. കാരണം മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ, തൈറോയിഡിന് മരുന്ന് കഴിച്ചാൽ ജീവിത അവസാനം വരെ കഴിക്കണം. അതൊരിക്കലും മാറ്റാനായിട്ട് ഒരു ഡോക്ടറും പറയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തൈറോയിഡിൻ്റെ മരുന്ന് കഴിക്കരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തവിടെണ്ണ കുടിച്ചു തുടങ്ങിയത്, ഹെൽത്ത് കാർഡ് ഓയിൽ. അപ്പോൾ ഇത്രയും അധികം മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല. പക്ഷെ മാറ്റം വന്നു കഴിഞ്ഞപ്പോൾ, കാരണം 9.3 ഉണ്ടായിരുന്ന എൻ്റെ തൈറോയിഡ് 4.2 നോർമൽ ലെവലിലേക്ക് വരാനായിട്ട് വെറും 1.5 ആഴ്ചയുടെ ആ ഒരു ഇതിൽ തന്നെ ഞാൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ലോകത്തിനോട് വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് RCMൻ്റെ ക്ലാസ്സുകൾ എടുത്തു തുടങ്ങി. അങ്ങനെ ശരിക്കും ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയ സന്തോഷമായിട്ടുള്ള ഞങ്ങളുടെ 2 കുട്ടികൾ, മൂത്ത കുട്ടി ആരുഷ് 2017 ജനിക്കുന്നത്. 2017 അവൻ ജനിച്ചതിന് ശേഷം പിന്നെ എന്താ പറയുക, ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഞങ്ങളെ RCM കുടുംബാംഗങ്ങളാണ് ഏറ്റെടുത്ത് സ്വീകരിച്ചത്. കാരണം RCM കുഞ്ഞെന്നാണ് അവനെ പറയുന്നത്. അതുപോലെ തന്നെ DHA 200 എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്ത സമയത്തും, അത് ആദ്യമേ തന്നെ ഞാൻ 3 months പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്താണ് DHA 200 എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ന്യൂട്രിചാർജിൽ RCMൻ്റെ ഉൽപ്പന്നമാണ് അത് ലോഞ്ച് ചെയ്തത്. അത് അന്ന് തുടങ്ങി കഴിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കുട്ടികളിൽ പ്രകടമായിട്ടുള്ള കുറേ വ്യത്യാസങ്ങൾ, എസ്പെഷ്യലി അവരുടെ ആ ഒരു ഇൻ്റലക്ച്വലായിട്ടുള്ള ആ ഒരു കപ്പാസിറ്റി വളരെ കൂടുതലാണ്. കാരണം ഒരേ കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനായിട്ടാണെങ്കിലും, എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അതിനെ പെട്ടെന്ന് തന്നെ അവർ മൈൻഡിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ അതിനെ കൺവേർട്ട് ചെയ്തെടുക്കും. ശരിക്കും അത് അറിയാൻ പറ്റും. എൻ്റെ കൊഗ്നീറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ഡെവലപ്മെൻറ്റ്സിനൊക്കെ സപ്പോർട്ട് ചെയ്തു ഈ DHA 200. പിന്നെ RCMനെ ഒരു പ്രൊഫഷനായിട്ട് ഏറ്റെടുക്കാനുണ്ടായിരുന്ന ഫസ്റ്റ് ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ആരോഗ്യ പ്രശ്നം മാറിയതാണ്. ഇതെല്ലാം കഴിഞ്ഞ് മൂത്ത കുഞ്ഞ് ആരുഷ് ഇങ്ങനെ വളർന്നു വന്ന അവൻ്റെ ഓരോ വളർച്ചയുടെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ടയേർഡ്നെസ്. അപ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്തിട്ട് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഉറങ്ങിപ്പോവാണ്. എനിക്കറിയില്ല എന്താ ഇങ്ങനെ ആരോഗ്യ പ്രശ്നമാണ്, ഇനി അടുത്തത് ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുകളാണോ. എന്നാൽ ഞാൻ കറക്റ്റായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്, സപ്ലിമെൻറ്റ്സ് നമ്മുടെ ന്യൂട്രിചാർജ് വുമണൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും ഭയങ്കര ടയേർഡ്നെസ്. അവസാനം പോയി ബ്ലഡ് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് രണ്ടാമതും കൺസീവ് ആണെന്ന് അറിയണത്. രണ്ടാമത്തെ കുട്ടിയും അങ്ങനെ നാച്ചുറലായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു സപ്ലിമെൻറ്റ് തന്നെ യൂസ് ചെയ്തിട്ടാണ് കൺസീവ് ആയിരിക്കുന്നത്. നാച്ചുറലായിട്ട് തന്നെ കൺസീവ് ആയി, അറിഞ്ഞേ ഇല്ല അവൻ കൺസീവ് ആയത്. പിന്നെ എനിക്ക് പറയാനുള്ളതിൻ്റെ ത്രൂ ഔട്ട് പ്രഗ്നൻസി കംപ്ലീറ്റ്, അതുപോലെ പ്രഗ്നൻസി ഡെലിവറി കഴിഞ്ഞിട്ട് ഞാനൊരു നമ്മുടെ സപ്ലിമെൻ്റ് അല്ലാതെ വേറൊരു പ്രൊഡക്റ്റും വേറൊരു മരുന്നും ഞാൻ കഴിച്ചിട്ടില്ല. ഈവൻ പ്രസവരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സാധനം ഞാൻ എടുത്തിട്ടില്ല. പകരം ഞാൻ കഴിച്ചത് നമ്മുടെ കൊക്കോ പ്രോഡക്റ്റാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ സഞ്ജീവനി പ്രാശാവലയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. കാരണം ഇത് കഴിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊക്കോ പ്രോഡക്റ്റ് കഴിക്കുമ്പോൾ ബ്രസ്റ്റ് ഫീഡിങ്ങിനൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് 2 പേർക്കും എനിക്ക് പൊടിപ്പാൽ കൊടുക്കേണ്ട വന്നിട്ടില്ല. എല്ലാം എനിക്ക് തന്നെ എൻ്റെ പാല് തന്നെ കുടിച്ചാണ് 2 കുഞ്ഞുങ്ങളും അത് ജനിച്ച സമയം തുടങ്ങിയേ തന്നെ ഫീഡ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കാരണം നല്ല ക്വാളിറ്റി ഉള്ള മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മുടെ കൊക്കോ പ്രോഡക്റ്റ് എനിക്കന്ന് സപ്പോർട്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ടാണ് തീർച്ചയായിട്ടും ലൈഫിൽ ഇത്രയും വലിയൊരു മാറ്റം വന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞങ്ങൾ 2 പേരും RCM എന്ന് പറയുന്ന ഈ ഒരു നന്മ സെലക്ട് ചെയ്ത് ഇതിലേക്ക് തന്നെ വന്നത്. എന്തായാലും ലൈഫിൽ ഇന്ന് ഞങ്ങൾ അനുഭവിക്കണം, ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കപ്പിൾസാണ് ഇന്ന് ഞങ്ങൾ 2 പേരും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
ഭയങ്കരമായിട്ട് ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൂടെ. ഞങ്ങളുടെ ലോകം എന്ന് പറയുന്നത് ഇന്ന് RCM ആണ്. ഇന്ന് ഇപ്പം എൻ്റെ ഹസ്ബൻഡ് ചേട്ടൻ RCMൻ്റെ ഒരു ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്തു ആലങ്ങാട് കോട്ടപ്പുറം ഭാഗത്ത്. അവിടെയും ഇന്ന് വരുന്ന ഇങ്ങനെ കുട്ടികളില്ലാതെ വരുന്ന പ്രശ്നങ്ങളായിട്ട് വരുന്ന ആളുകളുടെ അടുത്ത് ഞങ്ങൾ എന്താണോ ചെയ്തത് അത് തന്നെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. കാരണം ഒരാളുടെയെങ്കിലും ലൈഫിൽ ഞങ്ങൾക്കൊരു മാറ്റം കൊണ്ടുവരാൻ സാധിച്ചാൽ അത് ശരിക്കും RCM കൊടുക്കുന്ന വലിയൊരു നന്മയാണ്. അപ്പോൾ ഈ ഒരു നന്മ എല്ലാവരും അറിയാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ RCMനെ ഇത്രയും അധികം ഹൃദയത്തിനോട് ഞങ്ങൾ ചേർത്ത് വെച്ചിരിക്കുന്നത്. ഞങ്ങളുടെ കുടുംബത്തിലാണെങ്കിൽ നമ്മുടെ ആ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിലായാലും അതുപോലെ നമ്മളുടെ കുട്ടികളുടെ ആ ഒരു എന്താ പറയുക നമ്മുടെ ലൈഫിനോടുള്ള ഒരു പെർസ്പെക്റ്റീവ് സത്യത്തിൽ മാറ്റിയെടുത്തത്, ഞങ്ങളുടെ ജീവിതം മൊത്തം മാറ്റിയെടുത്തത് RCM ആണ്. RCMൻ്റെ നന്മ എല്ലാവരിലേക്കും എത്തട്ടെ. ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും മാനസികപരമായിട്ടും ഒക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ 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 മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. എന്തായാലും എല്ലാ നന്മകളും നേരുകയാണ്. താങ്ക് യു.